ഫ്രണ്ട്സ്, റെസ്പെക്റ്റ് എന്നുള്ളത് നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. അത് നമ്മൾ ഏൺ ചെയ്യണം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എവിടെയും റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ സഹായിക്കുന്ന 7 പ്രാക്ടിക്കൽ ടിപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ റെസ്പെക്റ്റ് നിങ്ങളെ തേടി വരും. സോ ഒരു ബുക്ക് എടുത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 1, റെസ്പെക്റ്റ് യുവർ സെൽഫ്. അമേരിക്കൻ പൊളിറ്റീഷ്യനായ എലനോർ റോസ്വെൽറ്റ് ഒരിക്കൽ പറഞ്ഞത് നോ വൺ ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിതൗട്ട് യുവർ കൺസെൻറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളുടെ മതിപ്പ് കുറയ്ക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾക്ക് എന്ത് റെസ്പെക്റ്റ് ലഭിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അതേ റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കും. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെങ്കിലും അതൊരു പക്ഷേ ഭിക്ഷക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരിക്കാം. ആരും നിങ്ങളുടെ താഴെയാണ്, അതുപോലെ നിങ്ങൾ അവരുടെ താഴെയാണെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുക. ചിന്തിച്ച് നോക്കൂ, നിങ്ങളെപ്പോലെയുള്ള അതേ സെയിം ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന്. അതേപോലെ ആയിരിക്കണം നിങ്ങളെയും ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്പർ 2, ഗീവ് ബിഫോർ യു ഗെറ്റ്. വളരെ ഫേമസ് ആയ ഒരു കോട്ട് ഉണ്ട്, റെസ്പെക്റ്റ് ഈസ് ലൈക്ക് എ മിറർ, ദ മോർ യു ഷോ ടു ദ അതർ പീപ്പിൾ ദ മോർ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ഓൺ യു എന്ന്. അതായത് റെസ്പെക്റ്റ് ഒരു കണ്ണാടി പോലെയാണ്. ഇത് എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നമുക്ക് റെസ്പെക്റ്റ് വെറുതെ ലഭിക്കില്ല, അത് നാം ഏൺ ചെയ്യണമെന്ന്. ഇത് നമുക്ക് എപ്പോൾ ഏൺ ചെയ്യാൻ സാധിക്കുമെന്നാൽ മറ്റുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ്. കാരണം എങ്ങനെയാണോ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നത് അതുപോലെ അവരും ഇത് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരാൾ നിങ്ങളോട് നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരോട് വെറുതെ അനാവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കാതിരിക്കുക, അവരെയും അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുക. ഇനി നിങ്ങളെ ആരെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കാനേ പോകണ്ട. നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നടക്കുക. ഇതിനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരാൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ കളിയാക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് ഇതുപോലെ പറയുക, ഞാൻ നിന്നെയും നീ പറയുന്ന കാര്യങ്ങളെയും വാല്യൂ ചെയ്യുന്നില്ല, നീ ഒരു വീക്കായിട്ടുള്ള ആളാണ്, നിന്റെ മനസ്സ് ദുർബലമായതുകൊണ്ടാണ് നീ മറ്റുള്ളവരെ കളിയാക്കി സന്തോഷിക്കുന്നത് എന്ന്. സോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുക. അത് നിങ്ങളെക്കാൾ ചെറിയവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇനി നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ടും ഒരാൾ നിങ്ങളെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അവർക്ക് 0 വാല്യൂ പോലും കൊടുക്കാതിരിക്കുക. നമ്പർ 3, സൈക്കോളജി ഓഫ് ബോഡി ലാംഗ്വേജ്. ഈ 2 പിക്ചേഴ്സ് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ആരെയാണ് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കാണുന്നത്? ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ആളെയാണോ അതോ ലെഫ്റ്റ് സൈഡിലുള്ള ആളെയാണോ? ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് അല്ലേ? ഇതിനുള്ള കാരണം അയാൾ ഓപ്പൺ ബോഡി ലാംഗ്വേജ് ഫോർമേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ അയാളുടെ ആംസ് അക്കിംബോ പോസിലാണുള്ളത്. ഈ ഒരു പോസ് ലീഡേഴ്സ്, ജനറൽസ് ഇവരെല്ലാം കീപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് റെസ്പെക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ റൈറ്റ് സൈഡിലുള്ള ആളുടെ ഷോൾഡേഴ്സ് എല്ലാം വളഞ്ഞിരിക്കുന്നു, കൈകൾ മറഞ്ഞിരിക്കുന്നു. ഇത് ഡിസ്ഹോണസ്റ്റി, നെർവസ്നെസ് ഇതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, നിങ്ങളിപ്പോൾ ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ആളുകളുമുണ്ട്. നിങ്ങളെക്കാൾ റിച്ച് ആയിട്ടുള്ളവരുണ്ട്, ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, നിങ്ങളെക്കാളും സ്മാർട്ട് ആയിട്ടുള്ളവരുമുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ചെസ്റ്റ് ബ്രോഡാക്കി, ഷോൾഡേഴ്സ് പിന്നിലേക്കാക്കി, കൈകൾ രണ്ടും എതിരെ വെച്ച് നിങ്ങളെ തന്നെ ഓപ്പൺ ബോഡി ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നമ്പർ 4, ഡോണ്ട് റിയാക്ട് ക്വിക്ക്ലി. ചില ആളുകൾ എടുത്തു ചാടി തീരുമാനമെടുക്കും, അധികമൊന്നും ചിന്തിക്കില്ല, അവർക്ക് തോന്നിയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യോ? അയാൾക്കറിയില്ല എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന്. സോ ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യില്ല അല്ലേ? സോ ഇനി മുതൽ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ സംഭവിക്കും. കുറേ നല്ലതും സംഭവിക്കും, കുറേ മോശപ്പെട്ടതും സംഭവിക്കും. സിറ്റുവേഷൻസ് എങ്ങനെയാണെങ്കിലും നിങ്ങളിൽ ഒരു കാം മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവരോടും നന്നായിട്ട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വളരെ കാം മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. നിങ്ങൾ അയാളോട് പല കാര്യങ്ങൾക്കുമുള്ള ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അയാൾ നിങ്ങളോട് ഇങ്ങനെയാണ് പറയാറ്,
ഓക്കെ ശരി, ഞാൻ നന്നായിട്ട് ഇതേപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അതിനുശേഷം ഇന്നോ നാളെയോ നിനക്ക് മറുപടി നൽകാമെന്ന്. വേണമെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു മറുപടി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അയാൾ നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു നല്ല മറുപടി നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളോട് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഇതുപോലെ നിങ്ങളും നന്നായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യുക. നമ്പർ 5, ബീയിങ് മെച്യൂർ. എപ്പോഴാണോ നിങ്ങൾ മെച്യൂർഡായിട്ട് പെരുമാറുന്നത്, അപ്പോൾ നിങ്ങളെക്കാൾ മുതിർന്നവർ, കുട്ടികൾ, നിങ്ങളുടെ കൂടെയുള്ളവർ ഇവരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ഒരാൾക്ക് കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആളുകളോടും സിറ്റുവേഷൻസിനനുസരിച്ചിട്ടും എങ്ങനെ പെരുമാറണമെന്നും ഇവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. അയാൾ മറ്റുള്ളവരെക്കാളും വളരെ സ്മാർട്ടായിരിക്കും. ഇയാളെ മറ്റാളുകളും അയാളുടെ കൂടെയുള്ള ഫ്രണ്ട്സും നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. ഇയാൾ എങ്ങനെയായിരിക്കും എന്നാൽ ഇയാളെ എല്ലാവരും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആളുകൾ വിചാരിക്കുന്നത് മെച്യൂർഡ് ആവുക എന്നുള്ളതിന് അർത്ഥം സീരിയസ് ആവുക എന്നുള്ളതാണ് എന്ന്. ഇതുകൊണ്ട് തന്നെ ഫേക്കായിട്ട് തങ്ങൾ മെച്യൂർഡാണെന്ന് കാണിക്കാൻ അവർ ആക്ട് ചെയ്യുന്നു. എന്നാൽ ഒരു റിയൽ മെച്യൂർഡായിട്ടുള്ള ആൾ എങ്ങനെയായിരിക്കുമെന്നാൽ അയാൾ പൊതുവെ സൈലൻ്റ് ആയിരിക്കും, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ കാര്യങ്ങളെപ്പറ്റി വളരെ അവെയർ ആയിരിക്കും. ആൻഡ് ഇവർ ഇമോഷണലി വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. ഇവർ കാര്യങ്ങളെ അനലിറ്റിക്കൽ ആൻഡ് ഫാക്ച്വൽ ബേസിലായിരിക്കും ജഡ്ജ് ചെയ്യുക. എന്നാൽ ഒരു ഇമ്മെച്യൂർഡ് പേഴ്സൺ ഇമോഷണലായി അതിൻ്റെ ബേസിലായിരിക്കും ഡിസിഷൻസ് എടുക്കുക. നമ്പർ 6, വെൻ ഇൻസൾട്ടഡ് ലുക്ക് ഇൻ ടു ദ ഐസ്. നിങ്ങൾ എത്ര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, ഹേറ്റേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ലോകത്തിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ ചിലർക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമുണ്ടായിരിക്കില്ല. ഇതിനുള്ള കാരണം അവരുടെ നാച്ചർ അങ്ങനെയായിരിക്കും. അതായത് അവർ നാച്ചുറലി ഒരു ടോക്സിക് ക്യാരക്ടർ ആയിരിക്കും. ബട്ട് നിങ്ങളുടെ റെസ്പെക്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ റെസ്പെക്റ്റിനെ മനഃപൂർവ്വം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ നിങ്ങളതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നിങ്ങളെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അപ്പോൾ നിങ്ങൾ ഒന്നും അയാളോട് പറയാതിരിക്കുക. അയാളുടെ കണ്ണുകളിലേക്ക് മാത്രമായിട്ട് നോക്കുക. കുറച്ച് സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ തന്നെ സൈലൻ്റ് ആയിട്ട് മാറും. ഇനി അപ്പോഴും അയാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം പറയുക. നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. നിനക്ക് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് സന്തോഷം ലഭിക്കുന്നത്. നിന്നെയും നീ പറയുന്ന കാര്യങ്ങളെയും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുക. നമ്പർ 7, റൂൾ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Remember this. As you gain fame, as you gain fortune, as you gain position and seniority, people will treat you better. They will hold doors open for you. They will get you a cup of tea and coffee without you even asking. They will call you sir and ma'am, and they will give you stuff. None of that stuff is meant for you. That stuff is meant for the position you hold. It is meant for the level that you have achieved of leader or success or whatever you want to call it. സൈമൺ സെനക് ഇതിൽ പറയുന്നത്, ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർ നിങ്ങളെ ഒരു പേഴ്സൺ ആയിട്ടല്ല റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ, അതോറിറ്റി ഇതിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു പൊസിഷനെയാണ് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഒരിക്കലും ആ ഒരു പേഴ്സണെ അല്ല. റെസ്പെക്റ്റ് എന്നുള്ളത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ റെസ്പെക്റ്റ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തുക. ഇവിടെ ആളുകൾക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരിക്കരുത്. ഇതിനായിട്ടുള്ള ബെസ്റ്റ് വേ എന്താണെന്നാൽ നിങ്ങൾ വേഗം സക്സസ്ഫുൾ ആവുക, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.